Hi, my name is Basim Mohammed from Nextpace Architecture. നമ്മളൊരു മുന്നത്തെ ഒരു കസ്റ്റമറെ ത്രൂ ജസീൽക്കനെ പരിചയപ്പെട്ടു. ജസീൽക്ക ഇനീഷ്യലി തന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അവരുടെ സംസാരമൊക്കെ. അപ്പം എനിക്ക് ആദ്യം തന്നെ ആ കസ്റ്റമർ കൂടെ വർക്ക് ചെയ്യണമെന്ന് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ എന്നെ കണക്ട് ചെയ്തു, നമ്മൾ സൈറ്റ് പോയി കണ്ടു. ദാറ്റ് വാസ് ആൻ എക്സ്റ്റെൻഡ് ഓഫ് 20 cents in Panur, in the middle of the town. മൈ നെയിം ഈസ് ജസീൽ. അപ്പോൾ ബാസിമിനെ കണ്ടപ്പോൾ ഇങ്ങനെ എനിക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ് ബാസിമിനോട് പറഞ്ഞപ്പോൾ ബാസിമ് അതിൻ്റേതായ ഒരു പ്ലാനായി. So it was a north facing plot with a linear shape. When we discussed more with Jasilka, നമുക്ക് ഡീപ്പായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കിട്ടി. ബട്ട് he was a simple man. He doesn't want more of a fancy thing, but he wanted modern aspects, a lot of modern aspects in his home. But he needed everything simple, no complex aspects and all. I am Serin Case, Project Manager at Nextpace Architecture. നമ്മുടെ ആർക്കിടെക്റ്റ് തന്നതിൽ ഇങ്ങനെ വിൻഡോസിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. അപ്പം ആ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം ഈ വിൻഡോ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇത്രയും വലിയ റീപ്പേഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റീപ്പേഴ്സ് നമ്മൾ സീസൺഡ് ടീക്ക് വുഡാണ്. അപ്പോൾ അത് കേരള ക്ലൈമറ്റ് വെച്ചിട്ട് മഴ വെയിലും ഒക്കെ വന്നാലും അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും സീസൺഡ് ആയതുകൊണ്ട്. As the plot is north facing, and we could take an advantage, more advantage on the east to west movement of the sun. So with that, we played a lot with the sun's movement. We created a lot of patterns. We could utilize the sun's movement inside the house also, and we planned the house linear with respect to the plot's linear context. ഒരു മോഡേൺ എലിവേഷൻ ആണ് ജസീൽക്ക ഇനീഷ്യലി തന്നെ നമ്മുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. കോണ്ടംപററി ഡിസൈൻ ആൻഡ് കേരളാസ് ക്ലൈമറ്റ് ബോത്ത് ഹാസ് ടു സിങ്ക് ഇൻ. സോ നമ്മളെന്ത് ചെയ്തു, സ്ലോപ്പിംഗ് ഡിസൈൻസ് കൊടുത്തു. ബട്ട് ദി ഡിസൈൻ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദി കേരളാസ് ക്ലൈമറ്റ് ഓൾസോ. സോ ദാറ്റ്സ് ഹൗ വി പ്ലാൻഡ്, വി എൻജിനീയർഡ് ഇറ്റ്, പ്രൊവൈഡിങ് ദി എക്സ്പോസ്ഡ് walls and columns in complete concrete, so that it is totally adapted to Kerala's climate. എനിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, 5 റൂം വേണം. ലിവിങ് റൂം എനിക്ക് ഡബിൾ ഹൈറ്റിൽ വേണമെന്നും ലിവിങ് റൂം കുറച്ച് വിശാലത ഫീൽ ചെയ്യണമെന്നുള്ള ഇത് ഞാൻ ബാസിമിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ഡബിൾ ഹൈറ്റ് സ്പേസസ് വേണമായിരുന്നു, ലിവിങ് റൂം കുറച്ചുകൂടി സ്പേഷ്യസ് ആവണമായിരുന്നു. സോ വി പ്ലാൻഡ് എ ഡബിൾ ഹൈറ്റ് space there, so that passive cooling also happens inside the house. നമ്മളെ ബാക്കിയുള്ള പ്രൊജക്ട്സ് പോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റും നമ്മൾ ഒരു ബയോഫിലിക് ആർക്കിടെക്ചർ പാറ്റേൺസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഔട്ട്സൈഡ് ലാൻഡ്സ്കേപ്പ് ഏരിയ എൻജോയ് ചെയ്യാൻ പറ്റും. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് വെച്ച് ഇനീഷ്യലി സൈറ്റ് സോൺ ചെയ്യുന്ന സമയത്ത്, ആസ് ഇറ്റ് വാസ് എ ലീനിയർ സൈറ്റ്, സോ വി കെപ്റ്റ് ദി പബ്ലിക് ഏരിയ ഇൻ ദി ഫ്രണ്ട് ആൻഡ് വി ടുക്ക് ദി പ്രൈവറ്റ് ഏരിയ ടുവേർഡ്സ് ദി ബാക്ക്, സോ ദാറ്റ് എ ഗുഡ് zoning is being achieved in our planning. ഡൈനിങ് ഹാള് മോഡേൺ കിച്ചണും രണ്ടും ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് അതും നല്ലൊരു വിശാലത ഫീൽ ചെയ്തിരുന്നു. So the central space, which is the dining and kitchen area, that has been converted to a family engagement area. കസ്റ്റമറായിട്ടുള്ള ഇനീഷ്യലി ഇൻറ്ററാക്ഷൻസിലെല്ലാം കസ്റ്റമറെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് കിട്ടിയ കസ്റ്റമറിന് കുറച്ചുകൂടി ലൈറ്റർ കളേഴ്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ജസീൽക്ക അപ്പം ബേജ്, വൈറ്റ് അങ്ങനത്തെ കളർ കോമ്പിനേഷൻസിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സോ ഇൻറ്റീരിയർ പാലറ്റ്സ് നമ്മൾ മിനിമലാക്കി കീപ്പ് ചെയ്തു. മോസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ ഇൻ ബേജ്, വൈറ്റ് and some sort of gold elements. That's all in the interior mood board. So the wood, or the most of the wood used are teak wood, locally sourced teak wood, and the house is completely built in laterite stone, which is
a local product. മൊത്തത്തിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് അതിൻ്റെ ഫീല് ഇപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ബാസിമിൻ്റെ കൂടെയുള്ള ജേണി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ജേണിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എടുക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൻ്റെ ചാവി കൈമ തരുന്നവരെ ബാസിമിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.